ബിഗ് ബോസ് സീസൺ 6 ഡേ 59 ലൈവിലെ ചില കാര്യങ്ങളാണ്. ബിബി ഹോട്ടൽ ടാസ്ക് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പവർ റൂമിലേക്ക് കയറാൻ വേണ്ടിയുള്ള പവർ ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ടാസ്ക് ആണ്. വളരെ സീരിയസ് ആയിട്ട് എല്ലാ ആഴ്ചയും നടത്തപ്പെടുന്നതാണ്. ഈ ആഴ്ച അത് കൂടുതൽ പവർ ആക്കാൻ വേണ്ടിയാണ് ചലഞ്ചേഴ്സ് വരുന്നത്. സാബുമോൻ ഇന്നലെ ഹൗസിൽ കയറിയിരുന്നു. അദ്ദേഹം ആദ്യം വന്ന സമയത്ത് ഇത്രയധികം കണ്ടസ്റ്റൻസിനെ കണ്ട സമയത്ത് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ കാണിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ചില അബദ്ധങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു എന്ന് ബിഗ് ബോസിനോട് സമ്മതിക്കുകയുണ്ടായി. ബിബി ക്യാഷ് മറ്റേ ടിപ്പ് വാരിക്കോരി ഇന്നലെ കണ്ടസ്റ്റൻസിന് കൊടുത്തിരുന്നു. അങ്ങനെയൊന്നും അത് കൊടുക്കരുത് സാബു എന്നുള്ളത് ബിഗ് ബോസ് ഇന്ന് സാബുവിനെ ഓർമ്മപ്പെടുത്തി. അതേപോലെ ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗെയിം തിരിച്ചുവിടുക, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക. അങ്ങനെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് ഗെയിം തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിലാണ് സാബുമോൻ രാവിലെ കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇനിയിപ്പോൾ ശ്വേത വരേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പ്ലാൻ എന്താണ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ കണ്ടസ്റ്റൻസിന് മറ്റേ ചലഞ്ചേഴ്സ് വന്നാലും പോയാലും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. രതീഷിന്റെ പാട്ട് പോലെ അവർക്ക് ആര് വന്നാലും ഒരു പ്രശ്നമില്ല. ലാസ്റ്റ് സീസണിൽ വിഷ്ണു ജോഷിക്ക് കുറച്ച് ഈഗോ ക്ലാഷ് എങ്കിലും ഉണ്ടായിരുന്നു. ഇത്തവണ സിജോയ്ക്ക് ചെറിയൊരു അതിർത്തി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അതും മാറി. എല്ലാവരും നല്ല അനുസരണമുള്ള അടിമകളെ പോലെ ഗസ്റ്റിന് വേണ്ടി എല്ലാ പണികളും ചെയ്തു കൊടുക്കുകയാണ്. ആർക്കും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല എന്നുള്ളതാണ് ഈ തവണത്തെ ബിബി ഹോട്ടൽ ടാസ്കിന്റെ ഒരു പ്രത്യേകത. ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ നിലവിലുള്ള പവർ ടീമിനെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി സാബു ശ്രമിക്കുന്നുണ്ട്. അവരെ നോട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കള്ളത്തരത്തിൽ കൂടെയുള്ള ഒരു ഗെയിം ബാക്കിയുള്ള ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ഗെയിമിനെ നോക്കി കാണുന്ന സമയത്ത് ക്രൂക്ക്ഡ് ഗെയിമുള്ള ഇവരിൽ ചില ആളുകളെ സാബു നോട്ട് ഇടുന്നുണ്ട്. കാരണം ഇവർ പലപ്പോഴും മുറി അടച്ചിരിക്കുന്നു, അവർ എപ്പോഴും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് എല്ലാ കാര്യങ്ങളെയും മാറി നിന്ന് വീക്ഷിക്കുന്നു. മൊത്തത്തിലൊരു കള്ളലക്ഷണമാണ്. ഇന്ന് രാവിലെ ഈ കൺഫെഷൻ റൂമിൽ നിന്നിട്ട് സാബു ഇറങ്ങി ഗെയിമിലൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം പുറത്തേക്ക് പവർ ടീമിലെ ആളുകളെ അധികം കണ്ടില്ല. ഭക്ഷണം പോലും അവർ കഴിക്കുന്നത് പവർ റൂമിനകത്തിരുന്നിട്ടാണ്. അൻസിബ, അഭിഷേക് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തൊരു ഗെയിമറാണ്, മാസ് വർത്താനം മാത്രമേ ഉള്ളൂ. അൻസിബ, അഭിഷേക്, റസ്മിൻ, നോറ എല്ലാവരും പവർ റൂമിൽ ഉള്ള എല്ലാ ആൾക്കാരും റൂമിൽ ഇരുന്ന കട്ടില ഇരുന്നിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അൻസിബ ആ ഒരു കട്ടില ഇരിക്കുന്ന എന്തോ ഒരു രോഗം ബാക്കിയുള്ള ആളുകൾക്കും പകർത്തി എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ആൾക്കാരും കട്ടിലയിലാണ്. മറ്റേ ആനന്ദ ശയനത്തിലൊക്കെ അഭിഷേക് ഇങ്ങനെ കിടന്ന് പുറത്തെ ഗെയിമൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാബു എന്താണ് പറയുന്നത്? പിന്നെ ഇവരെ പേടിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. സാബു എന്തെങ്കിലും പ്രാങ്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പോയി പെടും. അതുകൊണ്ട് ഇവിടെ ഒളിച്ചിരിക്കുന്നതാണല്ലോ ഏറ്റവും സേഫ്. പവർ ടീമിന്റെ ഈ ഒരു സ്വഭാവത്തെ കുറിച്ചിട്ട് സാബു ഋഷിയോട് ചോദിക്കുകയും ചെയ്തു. ഈ പവർ ടീം എന്ന് പറഞ്ഞാൽ എപ്പോഴും മുറിക്കകത്ത് കയറി ഇരിക്കുന്ന പരിപാടിയുള്ള ആൾക്കാരാണോ? അപ്പം ഋഷി പറഞ്ഞു, അത് അങ്ങനെയല്ല സാർ, അത് ഓരോ ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ്. ചില ആളുകൾ മുറിയിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും, അതുകൊണ്ട് അവർ മുറിയിലിരിക്കുന്നു. അവർ സർവാധികാരമുള്ള ആളുകളാണ്, അവർക്ക് എന്തും ചെയ്യാം, ഉറങ്ങാതിരുന്നാൽ മാത്രം മതിയല്ലേ എന്ന് സാബു ചോദിച്ചു. ആ ഒരു ഒറ്റ ചോദ്യത്തിൽ വ്യക്തമാണ്, ഉറങ്ങണ്ട, വെറുതെ ഇരിക്കുക. ശരിക്കും അതല്ലേ പവർ റൂമിന്റെ ഒരു പരിപാടി. ആ ആഴ്ച സേഫായിട്ട് ഇങ്ങനെ ഉറങ്ങാതെ വെറുതെ ഇരിക്കുക, ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുക. ശരിക്കും വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും ബിഗ് ബോസ് പവർ റൂം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷേ എനിക്കെന്തോ അത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അത് കണ്ടസ്റ്റൻസിന് മനസ്സിലാവുന്നില്ല. രാവിലെ അത് ചോദിച്ചിട്ട് സാബു അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിരുന്നു. ക്യാപ്റ്റനാണോ പവർ ടീമിനാണോ കൂടുതൽ പവർ എന്ന് ചോദിച്ച്. ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിബി ഹോട്ടൽ ടാസ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാൻ വേണ്ടി ബിഗ് ബോസ് ഒന്ന് മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം അനൗൺസ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ടീമുകൾ മാറ്റാം, പവർ ടീമിന് ടീമുകൾ മാറ്റാം, എന്ന് വെച്ചാൽ ഡ്യൂട്ടികൾ മാറ്റാം. നോറ അപ്പോഴത്തേന് എന്തിന്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിസ്സംഗ മനോഭാവത്തോടെ അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു മാറ്റിയേ പറ്റുള്ളൂ. നോറ റസ്മിനോട് പറയുന്നുണ്ട് നമുക്ക് മാറ്റണ്ട എന്ന് എന്നൊക്കെ. ഏതായാലും അവർ ടീം മാറ്റുകയാണ്. എന്റർടൈൻമെന്റിന്റെ പരിപാടി ഇനി ചെയ്യുന്നത് നെക്സ്റ്റ് ആണ്. ജാസ്മിൻ, സിജോ, ശ്രീരേഖയൊക്കെ. ശ്രീരേഖ വേറൊരു ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. ഇന്നലെ പിടിച്ച ക്യാരക്ടറിന്റെ മീശ മായ്ച്ചു കളയുന്ന ഒരു ക്യാരക്ടറാണ് ഇന്ന്, അല്ലാതെ വേറെ സ്പെഷ്യാലിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ജാസ്മിന്റെ റോബോ ക്യാരക്ടർ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സാബുവിന് ഗെയിം കളിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ടാണ് സാബു ഇപ്പം റോബോയെ നോക്കി കാണുന്നത്. സിജോ മറ്റേ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യുന്ന തെറാപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ചങ്ങായിയാണ്. റോബോയാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ സാബു ചില സേവനങ്ങളൊക്കെ എടുക്കുകയുണ്ടായി. ശ്രീരേഖയുടെ പാട്ടും അവരുടെ ആ ഒരു പണിയെടുപ്പും ഒക്കെ സാബുവിന് ഇഷ്ടപ്പെടുകയും സാബു ഇന്നത്തെ ടിപ്പ് കൊടുക്കൽ പരിപാടി അവിടെ നിന്ന് ആരംഭിക്കുകയും ചെയ്തു. കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നത് ടണലാണ്. ശരണ്യാണ് ചീഫ് ഷെഫ്. നാടൻ വിഭവങ്ങൾ പാചകം ചെയ്യാനായിട്ട് മറ്റേ അസിസ്റ്റൻ്റ് ആയിട്ട് അപ്സരയുണ്ട്. പലത് സാബു ചോദിക്കുന്നുണ്ട്, ഹൈദരാബാദി ബിരിയാണിയോ ചിക്കനോ
മഞ്ചൂരിയനോ എല്ലാം ചോദിക്കുന്നുണ്ട്. അവസാനം അദ്ദേഹം ഒരു ബുൾസയിൽ ഒതുക്കി അത് മാത്രമാണ് കഴിക്കുന്നത് ഞാൻ കണ്ടത്. ഇപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പാവം ഗസ്റ്റിനെയാണ് എനിക്ക് ലൈവിൽ കാണാനായിട്ട് സാധിച്ചത്. ഡെന്നെ ഹൗസ് കീപ്പിങ്ങിലേക്ക് പോയി. ഈ ഒരു ടീം തിരിക്കലിനൊക്കെ ശേഷമാണ് സാബുവിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചത്. അദ്ദേഹത്തിന്റെ പരാതിയൊക്കെ ഒന്ന് കേൾക്കേണ്ടത് തന്നെയായിരുന്നു. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ജ്യൂസ് തരത്തില്ലായിരുന്നു, കെഞ്ചി കാല് പിടിച്ച് ചോദിക്കണമായിരുന്നു. ഇപ്പം നിങ്ങൾ ജ്യൂസൊക്കെ തരുമല്ലേ, ജ്യൂസ് കൊണ്ട് കടലമുട്ടായി ഉണ്ട് എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതിനുശേഷം ഗെയിം മാറ്റാൻ വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളൊക്കെയാണ് സാബുവിന് കൊടുക്കുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സാബു മൊത്തത്തിൽ ഒരു പരിശോധന നടത്തുകയാണ്. കിച്ചണും ബെഡ്റൂമും ഒന്നും ക്ലീൻ അല്ല എന്നുള്ളത് HR വിളിച്ച് പറയുകയാണ്. ഓരോ ടീമിനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ ഋഷിയോട് പറയുന്നുണ്ട്. അദ്ദേഹം എവിടെ എന്ത് നോക്കി പിടിക്കണമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഞാൻ ഈ സ്റ്റൗവിൽ ഉണ്ടാക്കിയ ഫുഡാണോ കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം അദ്ദേഹം റൂം സർവീസിന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പറയുന്നു. രാവിലെ മുതൽ അദ്ദേഹം സ്വന്തമായി വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ഗസ്റ്റിനോട് വെള്ളം വേണോ എന്നൊക്കെ അവർ ചോദിച്ചു, പക്ഷെ ആരും കൊണ്ടുവന്ന് തന്നില്ല. സാബു പറയുന്നു, ഞാൻ പലതവണ ഹൗസ് കീപ്പിംഗ് ടീമിന്റെ മുൻപിൽ കൂടെ നടന്ന് പോയി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു. അപ്പം സാബു പറയുന്നത്, അങ്ങനെ ഒരു ഗസ്റ്റ് പോയി എടുത്ത് കുടിക്കേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാക്കി? അപ്പോൾ ആരാണ് ഇവിടെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്? നന്ദനയാണ്. അപ്പോൾ അപ്സര നന്ദനയൊക്കെ അവിടെ സോറി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഋഷി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അപ്സര ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇടയ്ക്ക് കയറുന്നത്. അപ്പോൾ അത് ശരിക്കും ഋഷി ചൂടാവാനായിട്ട് കാരണമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നോറ റസ്മിനൊക്കെ വരുന്നുണ്ട്. ഇതിനോടൊപ്പം ജാസ്മിന് ഗസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും പോയി എല്ലാ കാര്യങ്ങളും ഭംഗിയാണോ എന്ന് നോക്കുക. ജാസ്മിന് പറ്റിയൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ട, എല്ലായിടത്തും പോയി നോക്കിയാൽ മതി. എല്ലായിടത്തും പോയി നോക്കിയിട്ട് അത് ക്ലീൻ അല്ല, ഇത് ക്ലീൻ അല്ല എന്നൊക്കെ HR പറയുന്നുണ്ട്. റോബോ ആണല്ലോ. റോബോ എന്ന് പറഞ്ഞാൽ HR അത് ചെയ്യിപ്പിക്കുന്നത് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ക്ലീൻ അല്ല, അത് ക്ലീൻ അല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ HR ബാക്കിയുള്ള ആൾക്കാരും റോബോയോട് പറയുന്നു ഇത് ഓഫ് ചെയ്യ്. അപ്പം റോബോ പറയുന്നു, ഞാൻ ഇന്ന ആൾക്കാർ പറഞ്ഞതേ കേൾക്കത്തുള്ളൂ, ഇന്ന ആൾക്കാർ പറഞ്ഞതേ കേൾക്കത്തുള്ളൂ, ഓണർ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ, ഗസ്റ്റ് പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെറുപ്പിക്കലാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റേ ഒളിച്ചിരിക്കുന്ന പവർ ടീമിലെ ആൾക്കാർ വിചാരിക്കുന്നത് ഇതിനകത്തൊക്കെ എന്തെങ്കിലും പ്രാങ്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് ചാടി പുറപ്പെട്ട് ഇറങ്ങുന്നില്ല. ഇത് പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് ഇവർ പുച്ഛിക്കുന്നതൊക്കെ ശരിക്കും ഇവർക്ക് തന്നെ പണിയാവും. ഏറ്റവും കൂടുതൽ ടിപ്പുകൾ കിട്ടുന്ന ആളാണ് ഈ പറയുന്ന ചലഞ്ചിൽ വിജയിക്കുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ അവരായിരിക്കും പവർ റൂമിലേക്ക് പോകുന്നത്. നിലവിലത്തെ പവർ റൂം പേടിച്ച് റൂമിൽ ഒളിച്ചു. പിന്നെ ഇപ്പം ഗെയിം കളിക്കാനായിട്ട് ആരാ രംഗത്തുള്ളത്? ഒരു തുറന്ന യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്സരയുണ്ട്. അപ്സര വലിയ കുഴപ്പമില്ലാതെ ഇറങ്ങിയിട്ടുണ്ട്. ശരണി പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. സായി ഒന്നും സീനിൽ കാണാനേ ഇല്ല. സിജോ സീനിൽ നിന്ന് ഏകദേശം ഔട്ടായി മാറി നിൽക്കുകയാണ്. ഋഷിക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി കിട്ടിയതുകൊണ്ട്, HR എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി കിട്ടിയതുകൊണ്ടും ക്യാപ്റ്റൻ ആയതുകൊണ്ടും അങ്ങനെ നിൽക്കുന്നു. മൊത്തത്തിൽ ഒരു ശോകമുഖമായിട്ടുള്ള അന്തരീക്ഷമാണ്. പിന്നെ ഈ പ്രാങ്കൊക്കെ കൊടുത്ത് അടി ഉണ്ടാക്കിക്കണം എന്നുണ്ടെങ്കിലും ഇവിടെ ഗസ്റ്റ് തന്നെ മെനക്കെട്ടിറങ്ങണം. അത്രയധികം മിടുക്കരായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത ഗസ്റ്റ് വരട്ടെ. അദ്ദേഹം എങ്ങനെയാണ് ഈ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് എന്നറിയാനായിട്ട് ആകാംക്ഷയുണ്ട്. നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഏതായാലും പവർ റൂമിലുള്ള ആൾക്കാരുടെ അവസ്ഥയാണ്, എന്തൊരവസ്ഥയാണ്. അവർ മൊത്തം ആ ഒരു കട്ടിൽ അഭയം പ്രാപിച്ചു. ഇതിങ്ങനെ പകരുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.